الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اتقوا الله عباد الله أوصيكم وإياي بتقوى الله ബഹുമാന്യരായ വിശ്വാസികളെ വിശ്വാസിനികളെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ഇസ്സത്ത് നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പുണ്യ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിശ്വാസികളുടെ സ്നേഹത്തിന്റെ അടയാളങ്ങൾ അഹ്ലുസുന്നയുടെ ഇമാമുകൾ വിശദീകരിച്ചതിൽ ചിലത് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞത്. അതിൽ വളരെ മനോഹരമായ ഒന്നാണ്, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്നതിലെ വളരെ മനോഹരമായ ഒന്നാണ്, ഒരു അടയാളമാണ് അവിടുത്തെ മേൽ എപ്പോഴും സ്വലാത്തും സലാമും വർദ്ധിപ്പിക്കുക എന്നത്. കാരണം അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അരികിൽ, ശരിയായ സിറാത്തുൽ മുസ്തഖീമിന്റെ വഴി തെരഞ്ഞെടുക്കുന്നവർക്കരികിൽ നബിയോടുള്ള സ്വലാത്തിനെ സംബന്ധിച്ചുള്ള ഹുക്മ പറയുന്നിടത്ത് ഭൂരിഭാഗവും പറഞ്ഞത് അത് വാജിബാണെന്നാണ്. മുഹമ്മദ് നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നത് വാജിബാണ് എന്നതാണ് അഹ്ലുസുന്ന ഒന്നടങ്കം പറയുന്നത്. കുറച്ചാളുകൾ അത് മുസ്തഹബാണ് എന്ന് പറയുന്നവരുമുണ്ട്. അല്ലാഹു അഅലം. ഇവിടെ റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലാൻ നമ്മോട് കൽപ്പിക്കാം. വിശുദ്ധ ഖുർആനിലെ 33 അധ്യായം സൂറത്ത് അഹ്സാബിന്റെ 56-ാമത്തെ ആയത്ത്. ഏതാണ് ആയത്ത്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി. തീർച്ചയായിട്ടും അള്ളാഹുവും അവന്റെ മലക്കുകളും അവന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. എന്നിട്ട് അള്ളാഹ് വിളിക്കാൻ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനീങ്ങളെ. വല്ലാത്തൊരു വിളിയാണ്. മുഅ്മിനീങ്ങളെ, സ്വല്ലൂ അലൈഹി വസല്ലിമു തസ്ലീമാ, നിങ്ങളും മുഹമ്മദ് നബിയുടെ മേൽ അവിടത്തേക്ക് വേണ്ടി സ്വലാത്തും സലാമും ചൊല്ലുക എന്നാണ്. അല്ലാഹു അക്ബർ കബീറ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അഹ്ലുസുന്നയുടെ മുഫസ്സിറുകൾ, മുഹദ്ദിസുകൾ, മുഹഖിഖുകൾ, പണ്ഡിതന്മാർ എല്ലാവരും ഒരുപോലെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അരികിലുള്ള മുഖറബീങ്ങളായ മലഉൽ അഅലയിലുള്ള മലായികത്തുകളോട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് എപ്പോഴും പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. അവിടുത്തെ സംബന്ധിച്ച് പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നത്. ആര് പുകഴ്ത്തുന്നു? അള്ളാഹു പുകഴ്ത്തുന്നു. ആരെ പറ്റി? അവന്റെ നബിയെ പറ്റി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മലായികത്തുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നബിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അഥവാ അള്ളാഹുവിന്റെ പുകഴ്ത്തൽ അത് സ്വീകരിക്കാൻ, അള്ളാഹുവിന്റെ പുകഴ്ത്തലിൽ വർധനവുണ്ടാകാൻ, ആ ഒരു വർധനവിന് വേണ്ടി മലായികത്തുകൾ പ്രാർത്ഥിക്കുന്നു എന്നതാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാ തന്റെ സ്വഹീഹിൽ മഹാനായ സയ്യിദു താബിഈൻ അബുൽ ആലിയത റഹിമഹുല്ലയെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണും. ഖാലൽ ബുഖാരിയു ഖാല അബുൽ ആലിയത റഹിമഹുല്ലാ സ്വലാത്തുല്ലാഹി തആല
അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ തനാഉഹു അലൈഹി ഇൻദൽ മലായികത്തി അലൈഹിമുസ് സ്വലാത്തു വസ്സലാം. അള്ളാഹു മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ആ നബിയുടെ മേലിൽ പുകഴ്ത്തി പറയലാണ്. എവിടെ വെച്ചിട്ട്? ഇൻദൽ മലായികത്തി അലൈഹിമുസ് സലാം, മലക്കുകളുടെ അടുത്ത് വെച്ച് അള്ളാഹു നബിയെ പുകഴ്ത്തലാണ്. അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ അടുത്ത് വെച്ച് എപ്പോഴും അള്ളാഹു നബിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അവിടുത്തെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന മറ്റൊരു റിപ്പോർട്ടിൽ കാണാം യുസല്ലൂന എന്ന് പറഞ്ഞാൽ യുബരിഖൂന എന്നുകൂടിയാണ്. അതോടൊപ്പം തന്നെ നബിക്ക് മേൽ അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി അള്ളാഹു പ്രാർത്ഥിക്കുകയാണ്. മഹാനായ ഹാഫിദുദ്ദുനിയ അല്ലാമ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസുകളൊക്കെ വിവരിക്കുന്നിടത്ത് അദ്ദേഹം പ്രത്യേകമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു മലക്കുകളോട് നബിയെ പ്രശംസിച്ചുകൊണ്ടിരിക്കുന്നു എന്നും, മലക്കുകളും മറ്റും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവോട് അവർ നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. വസ്വലാത്തുൽ മലായികത്തിൽ മുക്റമീൻ അദ്ദുആ, ദുആയാണ്. എന്ത്? അള്ളാഹുവിന്റെ പുകഴ്ത്തലത് നിലനിൽക്കണം എന്നതിനു വേണ്ടി. അപ്പൊ ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നതിൽ വർധനവുണ്ടാകാനുള്ള പ്രാർത്ഥന, അതാണ് നമ്മോടുള്ള പറഞ്ഞത്. എന്ത്? യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ എന്നത്. അല്ലാഹു അക്ബർ. വളരെ ചുരുക്കി പറഞ്ഞാൽ ധാരാളക്കണക്കിന് ഇമാമുകൾ ഈ വിഷയത്തിൽ പറഞ്ഞതിന്റെ ചുരുക്കം പറഞ്ഞാൽ സ്വലാത്ത് രണ്ട് വിധമാണ്. ഒന്നാമത് സ്വലാത്ത് ചൊല്ലുന്നവർ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബറക്ത അലാ ഇബ്രാഹിമ എന്നിങ്ങനെ തുടങ്ങുന്ന യഥാർത്ഥത്തിലുള്ള സിഗയിൽ വന്ന 9ഓളം റിവായത്തുകളിൽ ഏതും ചൊല്ലുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തുകയും അള്ളാഹു നബിക്ക് നൽകിയ ആദരവുകളും മഹത്വവും എടുത്തു പറയുകയും ചെയ്യലാണ്. അത് മുഖേന അവർ ആഗ്രഹിക്കുന്നത് എന്താണ്? സ്വലാത്ത് ചൊല്ലുന്നവർ അള്ളാഹുവിന്റെ തൃപ്തിയും അള്ളാഹുവിന്റെ തഖർറുബും സാമീപ്യവുമാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പ്രകീർത്തനവും ദുആയുമായി തീരുന്നു എന്നാണ്. അപ്പൊ നമ്മള് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അത് ദുആയാണ്. അള്ളാഹുവിന്റെ തഖർറുബ്, സാമീപ്യം എനിക്കും നിങ്ങൾക്ക് കിട്ടാനുള്ളൊരു മാർഗമാണ്. ഇനി സ്വലാത്തിന്റെ രണ്ടാമത്തെ ഒരു രീതി, അല്ലെങ്കിൽ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ രീതി, നമ്മുടെ സ്വലാത്തിലൂടെ നമ്മൾ എപ്പോഴും മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ അള്ളാഹുവോട് നബിയെ പുകഴ്ത്താനായി ആവശ്യപ്പെടലാണ്. മാത്രമല്ല അള്ളാഹു നബിയെ പുകഴ്ത്തലാകട്ടെ നബിയുടെ കീർത്തി വർദ്ധിപ്പിക്കാനും അള്ളാഹുവോടുള്ള ഖുർബത്തിനെ അധികരിപ്പിക്കാനുമാണ്. അപ്പോൾ നമ്മുടെ സ്വലാത്തിലൂടെ അള്ളാഹു നബിക്ക് നൽകുന്ന പുകഴ്ത്തൽ, വർദ്ധനവ്, അത് വർദ്ധിപ്പിക്കാനുള്ള തേട്ടമാണ് എന്നർത്ഥം. അല്ലാഹു അക്ബർ കബീറ. നിങ്ങൾ ആലോചിക്കാൻ എത്ര മഹത്തരമായതാണ് ഈ സ്വലാത്ത്. ഒരു പക്ഷേ സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇത് തിരിഞ്ഞിട്ടില്ല. സ്വലാത്ത് ചൊല്ലുന്നത് ഒരു ഖുറാഫാത്താണോ എന്ന് തെറ്റിദ്ധരിച്ച സാധുക്കൾക്കും ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അല്ലാഹുൽ മുസ്തആൻ. ഇത് രണ്ട് പ്രശ്നം. അതുകൊണ്ട് സ്വലാത്ത് എന്നത് വളരെ മഹത്വമുള്ള പവിത്രമായ ഒരു ഇബാദത്താണ്. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ. ഞാനും നിങ്ങളും അള്ളാന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല എന്നതുകൊണ്ട് അള്ളാന്റെ റസൂലിന് ഒരു നഷ്ടമില്ല, നമുക്ക് മാത്രം നഷ്ടം. കാരണം ഞാനും നിങ്ങളും നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലിയിട്ടില്ലെങ്കിലും സ്വലാത്ത് എന്ന പ്രക്രിയ അവിടെ നടക്കുന്നുണ്ട്. അള്ളാഹു നബിയെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. കാരണം അള്ളാഹ് നബിക്ക് കൊടുത്ത ഔദാര്യാണ്. നമ്മൾ ചൊല്ലിയാൽ അൽഹംദുലില്ലാ, അതൊരു ഇബാദത്തായി, അതൊരു ആരാധനയായി, നിസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ, ഹജ്ജ് പോലെ ഒരു ഇബാദത്തായി അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുമെന്ന് മാത്രം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സ്വലാത്ത് വളരെ മഹത്വമുള്ളതാണ്. സ്വലാത്തിന്റെ ശ്രേഷ്ഠതകൾ വിവരിക്കുന്ന ഒരുപാട് ഹദീസുകൾ മുഹമ്മദ് നബിയുടെ നാവിലൂടെ പുറത്തു വന്നത് കാണാൻ പറ്റും. അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ, ധാരാളം ആളുകൾ ശരിയായ സ്വലാത്ത് എന്ത്, ആ സ്വലാത്തിനകത്ത് കടത്തിക്കൂട്ടിയതെന്ത്, ആ സ്വലാത്തിന്റെ പേരിൽ നാട്ടിൽ നടക്കുന്ന കച്ചവടങ്ങൾ എന്ത് എന്ന് വിശദീകരിച്ചിട്ട് കാലഘട്ടങ്ങളായി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മഹുല്ലാഹ് മുതൽ ഇമാം ദഹബി മുതൽ ഈ ആധുനിക കാലത്ത് ജീവിക്കുന്ന സൗദി അറേബ്യയിലെ പണ്ഡിതന്മാരിൽപ്പെട്ട എന്താ പറയാ, ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായ മുഹദ്ദിത്തുൽ മദീന എന്നറിയപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ ഹദീസ് പണ്ഡിതനായി കണക്കാക്കപ്പെടുന്ന ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ലാഹ് അടക്കം ഈ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷേ അത് അത്ര കൃത്യതയില്ല എന്ന് മാത്രം. വല്ലാഹുൽ മുസ്തആൻ.
അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട്, മൻ സല്ല അലയ്യ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി അശ്റ, ആരെങ്കിലും മുഹമ്മദ് നബിയുടെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു അവന് 10 പ്രതിഫലം നൽകും. അവന്റെ പേരിൽ 10 സ്വലാത്ത്. എങ്ങനെയാണ് ഇത്? 10 പ്രതിഫലം ലഭിക്കുമെന്നാണ്. ഇത് മഹത്തായ നേട്ടമാണ്. നോക്കൂ, ഈ ഹദീസ് മനസ്സിലാക്കേണ്ടത് മറ്റൊരു ഹദീസിനെ മുന്നിൽ വെച്ചിട്ടാണ്. മഹാനായ ബർദത്ത് ഇബ്നു നയ്യാർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ തൊട്ട് ഇമാം നസായി ഉദ്ധരിക്കുന്ന ഹദീസ് മറ്റു പല റിവായത്തുകളും കാണാൻ സാധിക്കും. അതിൽ അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സല്ല അലയ്യ മിൻ ഉമ്മത്തി സ്വലാത്തൻ മുഖ്ലിസൻ മിൻ ഖൽബിഹി. എങ്ങനെ സ്വലാത്തിലുണ്ട്? തന്റെ കൽബിൽ നിന്ന്, തന്റെ ഉമ്മത്തികളിൽ നിന്ന് ആരെങ്കിലും ഇഖ്ലാസോടെ ഹൃദയത്തിനകത്തുനിന്ന് വരുന്നത്. സ്വലാത്ത് തന്നെ ഇബാദത്താണ്. അതിന് ആത്മാർത്ഥത ഉണ്ടാകണം, നിയ്യത്തുണ്ടാകണം, സുന്നത്തുണ്ടാകണം, ഇഖ്ലാസ് ഉണ്ടാകണം. അങ്ങനെ ഇഖ്ലാസോടുകൂടി ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ 10 സ്വലവാത്തിൻ, അള്ളാഹു അവന്റെ പേരിൽ 10 സ്വലാത്തെല്ലും. കൂടാതെ വറഫഅഹു ബിഹാ 10 ദറജാത്തിൻ, അവൻ അള്ളാഹു അത് മുഖേന അവന്റെ 10 പദവികൾ ഉയർത്തും. വകതബ ലഹു ബിഹാ 10 ഹസനാത്തിൻ, 10 നന്മകൾ അവന്റെ പേരിൽ രേഖപ്പെടുത്തും. വമഹാ അൻഹു 10 സയ്യാത്തിൻ, 10 പാപങ്ങൾ മായ്ക്കപ്പെടുകയും ചെയ്യും. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ നബി പഠിപ്പിക്കാൻ. ഇതാണ് 10 പ്രതിഫലം എന്ന് പറയുന്നതിലേക്ക് ചേർത്തി നമ്മൾ പഠിക്കണം. എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? അത് ഖൽബിൽ നിന്നാണ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിലുള്ള സ്വലാത്ത് എത്ര മഹത്തരാണെന്ന് ആലോചിച്ചോക്കെ. ഇനി വീണ്ടും കാണാം, ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിക്കാൻ മഹാനായ സ്വഹാബിമാരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഔലൻ നാസി ബിയൗമിൽ ഖിയാമ അക്തറുഹും അലയ്യ സ്വലാത്തൻ. ഖിയാമത്ത് നാൾ ഒറ്റക്കൊറ്റക്കാണ്, ഓരോരുത്തർ തരിച്ചാണ്. അവിടെ സ്വർഗത്തിന്റെ അഹ്ലുകാരാകാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ ഖിയാമത്ത് നാളിൽ എന്നോട്, മുഹമ്മദ് നബിയോട് ഏറ്റവും അടുത്തവർ എന്റെ മേൽ കൂടുതൽ ധാരാളം സ്വലാത്ത് ചൊല്ലിയവരായിരിക്കും. എങ്ങനെ? ഇഖ്ലാസോടുകൂടി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി സ്വലാത്ത് മാറണം. നോക്കൂ, നിങ്ങള് സ്വർഗക്കാർ നബിയുടെ സഹവാസം, സ്വർഗത്തിൽ നബിയുടെ സഹവാസം ലഭിക്കാൻ ഏറ്റവും സഹായകരമാകുന്ന ഒന്നാണ് സ്വലാത്ത്. അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ എനിക്കും നിങ്ങൾക്കും അഥവാ മുഅ്മിനീങ്ങൾക്ക് മുഴുവനും, വിശ്വാസികൾക്ക് മുഴുവനും ഏറ്റവും പ്രിയപ്പെട്ടത് റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ കുടിക്കാൻ, അവിടുത്തെ ലിവാഉൽ ഹംദ് കൊടിക്കീറൊക്കെ കീഴിലടി നിരക്കാൻ, എത്രത്തോളം ജന്നത്തുൽ ഫിർദൗസിൽ അല്ലെങ്കിൽ ഉന്നതമായ സ്വർഗങ്ങളിൽ ആ നബിയോടൊപ്പം കഴിയാൻ എത്രത്തോളം അറിയോ? ഉമ്മത്തികൾക്കായി ദുആ തന്റെ ആഖിറത്തിലേക്ക് മാറ്റിവെച്ച ലോകത്തെ ഒരേ ഒരു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയോട് ഏറ്റവും അടുത്തവർ സ്വലാത്തിന്റെ അഹ്ലുകാരാണ്. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം ബൈഹഖിയും മറ്റു പല മുഹദ്ദിസുകൾ ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ വെള്ളിയാഴ്ചകളിൽ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ചകൾ എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ചയുടെ അസ്ർ വരെ അല്ലെങ്കിൽ ഉറൂബ് വരെ, ആ വെള്ളിയാഴ്ചകളിൽ ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കുക. ആര് പറഞ്ഞു? സല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എനിക്ക് കാണിക്കപ്പെടും. ഫമൻ കാന അക്തറഹും അലയ്യ സ്വലാത്തൻ കാന അഖറബഹും മിന്നി മൻസില. ആരാണോ എനിക്കായി സ്വലാത്തുകൾ അധികരിപ്പിക്കുന്നത് അവരായിരിക്കും എന്നോട് ഏറ്റവും അടുത്തവർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ എങ്ങനെ സ്വലാത്ത് ചൊല്ലണം? ഇഖ്ലാസോടുകൂടി, ഇത്തിബാഓടുകൂടി സ്വലാത്ത് ചൊല്ലുക. അവർ അല്ലാഹുവിന്റെ തൗഫീഖിനാൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിക്കുന്നവരായിരിക്കും. നമ്മൾ ഇന്ന് ജുമുഅ ദിവസത്തിലാണ്. അൽഹംദുലില്ലാഹ്, നമ്മളൊരു ജുമുഅയിലാണ്. ഈ ജുമുഅ ദിവസത്തെ കുറിച്ച് പറഞ്ഞപ്പോ നബി പഠിപ്പിച്ചത് സ്വലാത്തിന്റെ ദിവസമാണ് ജുമുഅ. സ്വലാത്തിന്റെ ദിവസമാണ് ജുമുഅ. മഹാനായ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന്, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അദ്ദേഹം പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ജുമുഅയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു, അതിൽ നിങ്ങൾ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം. എന്നിട്ട് പറഞ്ഞ വാക്കെന്തറിയോ? അൽ ബഖീൽ. ആരാണ് പിശുക്കൻ? മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ.
എന്റെ പേര് പറയപ്പെട്ടിട്ട്, മുഹമ്മദ് എന്ന പേര് കേട്ടിട്ട്, അഷ്റഫുൽ ഖൽഖ് എന്ന പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവനാണ് പിശുക്കൻ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര റിവായത്തുകൾ! മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം ഇബ്നു മാജ അതുപോലെ മറ്റു മുഹദ്ദിസുകളൊക്കെ ഉദ്ധരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നസിയ സ്വലാത്ത അലയ്യ ഖതിഅ ത്വരീഖൽ ജന്ന. എന്റെ മേൽ സ്വലാത്ത് മറന്നുപോകുന്നവൻ, കച്ചവടത്തിരക്കിനാൽ, കുടുംബജീവിതത്താൽ, ദുനിയാവിന്റെ ശോലുകളാൽ മുഹമ്മദ് നബിയുടെ പേരുള്ള സ്വലാത്തിനെ മറന്നുപോകുന്നവർ, അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പിഴവ് സംഭവിച്ചവനാണ്. മഅദല്ലാഹ്. ആരാ പറയണത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറയാണ്, ഏതെങ്കിലും ഇമാമുകളല്ല, ഏതെങ്കിലും സഹാബത്തിന്റെ വാക്കല്ല, മുഹമ്മദ് നബിയുടെ വാക്കാണ്. എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ, അത് മറന്നുപോകുന്നവൻ, അവൻ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ പിഴവ് സംഭവിച്ചവനാണെന്ന്. നമ്മളൊന്ന് ആലോചിച്ചോക്ക്, ഇത് എത്ര ഗൗരവത്തിലെടുക്കേണ്ട, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകേണ്ടതാണ്. ഇത് പറയേണ്ടതല്ല, അല്ലെങ്കിൽ ഇതിങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ പാടി പറയേണ്ട ഒന്നല്ല, ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്. വഅന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചവന്റെ കടമയാണത്. അതുപോലെ മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ ജാമിഉൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റാഗിമ അൻഫു റജുലിൻ, മൂക്ക് കുത്തി നിലം പതിക്കട്ടെ എന്നതിന്റെ ശരിക്കുള്ള പദാനുപദാർത്ഥം. മൂക്ക് കുത്തിയിട്ട് നിലത്ത് വീഴട്ടെ, അതിന്റെ മാന എന്താണ്? നിന്ദ്യനാകട്ടെ, നശിച്ചു പോകട്ടെ എന്നതിന്റെ മാന. ആരാ പറയണത്? സല്ലല്ലാഹു അലൈഹി വസല്ലം, കാരുണ്യത്തിന്റെ പ്രവാചകർ. നബി പറയാണ്, റാഗിമ അൻഫു റജുലിൻ, മൂക്ക് കുത്തി നിലം പതിക്കട്ടെ അഥവാ നിന്ദ്യനാകട്ടെ, തൊലഞ്ഞു പോകട്ടെ. ആര്? ദുഖിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, അവന്റെ അടുക്കൽ എന്നെ കുറിച്ച് പറയപ്പെട്ടിട്ട് എന്റെ മേൽ സ്വലാത്ത് ചൊല്ലാത്തവൻ, അവൻ നശിച്ചു പോകട്ടെ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, എല്ലാം നമ്മൾ ഗൗരവത്തിലെടുക്കേണ്ട വാക്കുകളാണ്. എത്രത്തോളം അറിയുന്നത്? ഒരു വശത്ത് നരകത്തെ സ്വർഗത്തിലേക്കുള്ള വഴി അറിയാത്തവനാണ്, അല്ലെങ്കിൽ വഴിയിൽ പഴുപറ്റിയവനാണ് എന്ന് പറഞ്ഞ അതേ റസൂല്, അള്ളാന്റെ റസൂലിന്റെ മിമ്പറിലേക്ക് നബി കയറുന്നൊരു ഘട്ടമുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ് കയറിയപ്പോ നബി ആമീൻ പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പിലും ആമീൻ പറഞ്ഞു, മൂന്നാമത്തെ സ്റ്റെപ്പിലും ആമീൻ പറഞ്ഞു. റമളാനായാൽ നമ്മൾ കേൾക്കുന്നൊരു ഹദീസാണ്, മാതാപിതാക്കളുടെ ഗൗരവം പറയുന്നിടത്ത് നമ്മൾ കേൾക്കുന്നൊരു ഹദീസാണ്. ആ ഹദീസിലെ 3 കാര്യങ്ങളിൽ ഒരു കാര്യം എന്തറിയും? മിമ്പറിൽ കയറിയിട്ട് നബി ആമീൻ പറഞ്ഞു. ഇറങ്ങിയപ്പോ സ്വഹാബത്ത് ചോദിച്ചത് പതിവില്ലാത്തതാണല്ലോ. അപ്പൊ സ്വഹാബത്ത് നബി വിശദീകരിച്ചു കൊടുത്തു. ഒരുപാട് റിവായത്തുകൾ കാണാൻ പറ്റും, ഒരുപാട് ഹദീസുകൾ കാണാൻ പറ്റും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിൽ കാണാം, വമൻ ദുഖിർത ഇൻദഹു ഫലം യുസല്ലി അലൈക. ജിബ്രീൽ പറയാണ്, മുഹമ്മദ് നബിയോട് ജിബ്രീൽ പറയാണ്. ജിബ്രീൽ പറഞ്ഞു, ഏതൊരാളുടെ അടുക്കൽ താങ്കളെ കുറിച്ച് പറയപ്പെടുകയും ഫലം യുസല്ലി അലൈക, താങ്കളെ കുറിച്ച് അവനോട് പറഞ്ഞു, പക്ഷേ അവൻ താങ്കളുടെ മേൽ സ്വലാത്ത് ചൊല്ലിയില്ല, ഫമാത ഫദഖലന്നാർ, ഫമാത ഫദഖലന്നാർ, ആ സ്വലാത്ത് ചൊല്ലാത്തവൻ മരിച്ചാൽ അവൻ നരകത്തിലാണ്. ഫഅബ്അദഹുല്ലാഹ്, ഒരു പ്രാർത്ഥന, അല്ലാഹു അതിനെ അകറ്റുമാറാകട്ടെ. ഖുൽ ആമീൻ, നബി ആമീൻ പറയുക. ഫഖുൽതു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരൊറ്റ ഹദീസ് വിവിധ റിവായത്തുകൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. ആലോചിക്കുന്നതിന്റെ ഗൗരവം എത്രയാണ്! മഅദല്ലാഹ്, സ്വർഗപ്രവേശനത്തിന്റെ കാരണങ്ങളിലൊന്നാണ്, നരകമോചനത്തിന്റെ കാരണങ്ങളിലൊന്നാണ്. അതുകൊണ്ട് നമ്മൾ അടിവരയിടേണ്ടത്, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്, ഖുറാഫാത്തല്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്, അന്ധവിശ്വാസമല്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹ്ക്കുള്ള ആരാധനയാണ്. ഒരിക്കലും ഏതെങ്കിലും അന്ധവിശ്വാസികൾ ചെയ്യുന്ന ഏർപ്പാടല്ല. അതേസമയം നമ്മൾ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത്, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്, കച്ചവടമല്ല. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അത് ഇബാദത്താണ്, അത് മജ്ലിസുകൾ ഉണ്ടാക്കി ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ നഗരങ്ങൾ ഉണ്ടാക്കി ആളുകളുടെ പണവും അവരുടെ ഈമാനും അവരുടെ പരലോകവും ചൂഷണം ചെയ്യാനുള്ള ഉപാധികളല്ല. ഭൗതിക മതസ്ഥാപനങ്ങൾ കെട്ടിയുണ്ടാക്കാനുള്ള ഏർപ്പാടല്ല. സ്വലാത്ത് ഇബാദത്താണ്. ഇതിപ്പോ എന്താ അറിയല്ലോ, നാട്ടില് കേരളത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, ഒന്നില്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത് അള്ളില് കളരിക്ക് പുറത്ത്. അല്ലാഹുൽ മുസ്തആൻ. ഇതാണ് മുമ്പത്തെ മുസ്ലിമയുടെ അവസ്ഥ. ഒന്നുമില്ലെങ്കിൽ
ഇത് മുഴുവനും വിറ്റ് കാശാക്കുന്നവർ, അല്ലെങ്കിലോ അതൊക്കെ ഒരു പ്രത്യേകതരം ഖുറാഫാത്തിന്റെ അഹ്ലുകാരുടെ ആചാരങ്ങളാണ്, അതൊന്നും അഹ്ലുസുന്നത്തിന്റേതല്ല എന്ന് തെറ്റിദ്ധരിച്ചവർ. ഇത് രണ്ടും ശരിയല്ല. സ്വലാത്ത് ഇബാദത്താണ്. നമ്മുടെ നാവിലത് ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടേയിരിക്കണം, ഖൽബിലത് എപ്പോഴും വന്നുകൊണ്ടേയിരിക്കണം. ഇത് ആളുകൾ കാണണം. അവരോട് മിമ്പറിൽ, പ്രസംഗത്തിന്റെ വേദികളിൽ, പൊതുപ്രഭാഷണങ്ങളിൽ വഅദ് പറഞ്ഞ് പഠിപ്പിക്കാനുള്ളതല്ല, ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കാനുള്ളതാണ് സ്വലാത്ത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് ഒരിക്കലും അതിനെ കച്ചവടാക്കി ബിസിനസ്സാക്കി പ്രത്യേകം അവനനിഷ്ടമുള്ള സ്വലാത്തൊക്കെ ഉണ്ടാക്കി അതിനുവേണ്ടി പ്രത്യേക മജ്ലിസ് ഉണ്ടാക്കി അത്തിപ്പറ്റെന്ന പേരിൽ പല പേരിലും പല രീതിയിലും സ്വലാത്തുകൾ ഉണ്ടാക്കി മനുഷ്യരുടെ ഈമാനിനെ കവരുന്നത് ബിദ്അത്താണ്. നരകത്തിലേക്കാണ് ബിദ്അത്തുകൾ നയിക്കുക. എന്നാൽ സ്വലാത്ത് അത് സ്വർഗത്തിലേക്കുള്ളതാണ്. അത് ഹുബ്ബുർ റസൂൽ, മഹബ്ബത്തുർ റസൂലിന്റെ ഭാഗമാണ്. എന്നാൽ അത് കച്ചവടമാക്കൽ, അത് ബിദ്അത്തിന്റെ രീതിയിലേക്ക് കൊണ്ടുവരൽ, അവനവന് ഇഷ്ടമുള്ള രീതിയിൽ പ്രത്യേകമായി സ്വലാത്തുകൾ കെട്ടിയുണ്ടാക്കൽ, അത് മനുഷ്യനെ നരകത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാവട്ടെ. എത്ര ഹദീസുകൾ, ഒരുപാട് ഹദീസുകൾ പ്രിയമുള്ളവർ. നോക്കൂ, ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് അദബുൽ മുഫ്രദ് അതിന്റെ ഹദീസുകൾ സ്വഹീഹായി ഉദ്ധരിക്കുന്നിടത്ത് കാണാൻ സാധിക്കും. ശഖിയ അബ്ദുൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലയ്യ. ഒരടിമ അവൻ ക്ലേശത്തിലേക്ക് കഴിഞ്ഞു, ദൗർഭാഗ്യത്തിലേക്ക് കഴിഞ്ഞു. അവൻ ദൗർഭാഗ്യവാൻ, ശഖിയാണ്. എന്തുകൊണ്ടാണ് അവൻ ശഖിയായത്? അവന്റെ അരികിൽ എന്നെക്കുറിച്ച്, മുഹമ്മദ് നബിയെ കുറിച്ച് പരാമർശിക്കപ്പെട്ടിട്ട് അവൻ സ്വലാത്ത് ചൊല്ലിയില്ല എങ്കിൽ അവൻ ദൗർഭാഗ്യവാനാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു ഖുതുബയുടെ പരിമിതമായ സമയത്ത് വിവരിക്കാൻ മാത്രം അത്രയും വിശാലമായ ഹദീസുകളുണ്ട്. ഒരുപാട് ഹദീസുകൾ. നമുക്ക് സാധ്യമാകുന്നത്ര നമ്മൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലണം. ഒരു വാക്കുകൂടി ഞാൻ പറയട്ടെ, എന്താ സ്വലാത്തില്ല കിട്ടുന്ന മെച്ചെന്താ? നമുക്കൊക്കെ അറിയാം, സ്വർഗാണ്, മുഹമ്മദ് നബിയുടെ സഹവാസമാണ്, ഒക്കെ ശരിയാണ്. എന്നാൽ ഭൗതികമായി ഇസ്ലാമിലെ ഏത് കർമ്മത്തിനും ഭൗതികമായൊരു മെച്ചമുണ്ട്. ഏത് കർമ്മത്തിനും. നിങ്ങൾ ഏത് കർമ്മം പറഞ്ഞോ, ഏത് കർമ്മത്തിനുണ്ട്. അതുകൊണ്ടൊക്കെ ദുനിയാവിലൊരു പ്രതിഫലമുണ്ട്. എന്താ സ്വലാത്തിന്റെ മെച്ചം? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു വളരെ ശ്രേഷ്ഠനായ കിബാറിൽപ്പെട്ട സ്വഹാബിയാണ്. അദ്ദേഹത്തിന് ധാരാളം പ്രാർത്ഥനകളുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനാവേളയെ മുന്നിൽ വെച്ചിട്ട് അദ്ദേഹം നബിയോട് പറയുകയാണെന്നാണ് ഷറഹിൽ കാണുന്നത്, ഇതിന്റെ വിശദീകരണത്തിൽ കാണുന്നത്. നബിയോട് അദ്ദേഹം ചോദിച്ചു, ഞാൻ താങ്കളുടെ മേൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. എനിക്ക് പ്രാർത്ഥനയുടെ കുറെ സമയമുണ്ട്, അതിലൊരു സമയം എന്തിനാണ്? ഞാൻ പ്രാർത്ഥനയുടെ സമയത്ത് ഞാൻ സ്വലാത്താക്കാൻ ഉദ്ദേശിക്കുന്നു. എത്രയാണ് ഞാൻ സ്വലാത്ത് ചൊല്ലേണ്ടത്? അപ്പൊ നബി പറഞ്ഞു, താങ്കൾ ഉദ്ദേശിക്കുന്ന അത്ര. അതെങ്ങനെ ചോദിക്കാണ്? 4-1 നീ ഉദ്ദേശിക്കുന്നത്ര, പകുതിയാക്കട്ടെ നീ ഉദ്ദേശിക്കുന്നത്ര, 3-2 നീ ഉദ്ദേശിക്കുന്നത്ര ചെയ്ത് വ്യത്യസ്ത റിവായത്തുകൾ കാണാൻ പറ്റും. അവസാനം അദ്ദേഹം പറയാണ്, അജ്അലു ലക സ്വലാത്തി കുല്ലഹാ. എന്റെ ആ പ്രാർത്ഥനാ സമയം ഉണ്ടല്ലോ, ഷറഹിൽ അത് കാണാം. ആ പ്രാർത്ഥനന്റെ സമയം ഞാൻ ആ പ്രാർത്ഥന മാറ്റി വെച്ചിട്ട് സ്വലാത്ത് മാത്രമാക്കട്ടെയോ എന്ന്. നബി പറഞ്ഞ മറുപടി എന്താ പറയുക? ഖുറാഫാത്താണെന്നല്ല, അല്ലെങ്കിൽ നീ അത് വെച്ചിട്ട് ഒരു 10 ആളെ കൂട്ടിയിട്ട് പൈസ ഉണ്ടാക്കിക്കോന്നുമല്ല. പിന്നെ നബി പറഞ്ഞെന്തറിയോ? നബി പറഞ്ഞു, ഇദൻ തുഖ്ഫാ ഹമ്മക വയുഗ്ഫറു ലക ദംബുക. ഇമാം തിർമിദി, അഹ്മദ് ഒക്കെ ഉദ്ധരിച്ച ചരിത്രം മറ്റു റിപ്പോർട്ടിൽ വയുകഫിർ ലക ദംബുക, എങ്കിൽ നിന്റെ മനക്ലേശങ്ങൾ, ഹമ്മ്, അത് നീങ്ങും, അത് മാറുന്നതാണ്. നിന്റെ മനോവേദ അത് മാറ്റാൻ പറ്റും, നിന്റെ ടെൻഷനൊക്കെ അതകലും. രണ്ടാമത്തെ, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടും. അതിനത് മദീനാണ്. അപ്പൊ സ്വലാത്ത് കൊണ്ട് കിട്ടുന്ന മെച്ചം എന്താണ്? ഒന്ന്, പാപം പൊറുക്കും. രണ്ടാമത്തെ മെച്ചം, ദുനിയാവിലെ മെച്ചം എന്താണ്? മനുഷ്യന്റെ ദുഃഖങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നതാണ്. ഇത് ഖുറാഫാത്തല്ല, ഇത് കച്ചവടമല്ല, ഇത് ഇബാദത്ത് മാത്രമാണ്. അൽഹംദുലില്ലാഹ്. എന്തുമാത്രം ഉപകാരപ്രദമാണ് പ്രിയമുള്ളവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലുള്ള സ്വലാത്ത്. നബിയോട് ഹുബ്ബുള്ളവർ ഒരു നിമിഷം പോലും അത് മറക്കരുത്. എന്നിട്ട് എന്തേ ആളുകൾ ഇബാദത്തിന്റെ കാര്യത്തിൽ എത്ര അശ്രദ്ധരാകുന്നത്? എന്തേ സ്വലാത്തിന്റെ പേരിലുള്ള ബിദ്ഈ സംവിധാനങ്ങളെ എതിർക്കുന്നിടത്ത് മാത്രം നമ്മൾ ഒതുക്കി പോകുന്നത്? അത് അമലാക്കുന്നിടത്തേക്ക് കൂടി നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. വിമർശകർ മാത്രമായി നമ്മൾ ഒതുങ്ങരുത്. ശരിയാണ്, അത് ബിദ്അത്താണെന്ന് തന്നെ പറയണം. ശരിയാണ്, അത് കച്ചവടമാണെന്ന് തന്നെ പറയണം. ശരിയാണ്, അങ്ങനെ ഒരു സ്വലാത്ത് ഖലീലായ റസൂല് പഠിപ്പിച്ചിട്ടില്ല, സ്വഹാബത്തിന് പരിചയമില്ല. കാരണം സ്വഹാബത്തിന്റെ അദാലത്താണ് ദീന്. ഖാല അല്ലാഹ് വഖാല റസൂൽ വഖാല സ്വഹാബ, ഇതാണ് ദീന്.
അവർക്കാർക്കൊന്നും പരിചയമില്ല, അബൂബക്കർ നിനക്ക് അറിയില്ല, സ്വർഗത്തിന്റെ അഹ്ലുകാർക്കൊന്നും അറിയില്ല എന്ന് പറയുന്നിടത്ത് മാത്രം അവസാനിപ്പിക്കരുത്. പിന്നെ നബി പഠിപ്പിച്ച സ്വലാത്ത്, വിശിഷ്യ നമ്മൾ അത്തഹിയാത്തിലോതുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്, അതിന്റെ 9ഓളം രീതികൾ എല്ലാ പ്രാർത്ഥനാ പുസ്തകത്തിലും കാണാം. അതിലേതും നമുക്ക് സ്വീകരിക്കാം. ഇനി ഒന്നും അറിയില്ലേ നമുക്ക്, അള്ളാഹുവേ മലയാളം മാത്രമേ അറിയുള്ളൂ എങ്കിൽ ആൾക്ക് പറയാം, അള്ളാഹുവേ അള്ളാന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലണമേ, അവിടുത്തെ കുടുംബത്തിന് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. മലയാളത്തിൽ പറഞ്ഞാലും പ്രതിഫലം കിട്ടും. എന്നാൽ അത് വെള്ളിയാഴ്ച രാവ് നോക്കി 10 ആകട്ടെ എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്തായി. എന്നാൽ അത് ഞായറാഴ്ച ഉച്ചക്കേശം പ്രത്യേകം ഒരു 200 തവണ എന്ന് പറഞ്ഞാൽ അത് ബിദ്അത്തായി. എന്നാൽ വെള്ളിയാഴ്ചകളിൽ പ്രത്യേകം സുന്നത്തായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയോ സമയമില്ലാതെ എത്രയും നിന്റെ ജീവിതത്തിൽ ഏത് സമയത്തും നിനക്ക് സ്വലാത്ത് ചൊല്ലാം. വെള്ളിയാഴ്ച സ്വലാത്തിന്റെ പ്രത്യേകം ദിവസമാണ് എന്ന് മാത്രം. വല്ലാഹു തആല അഅലം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹുവിന്റെ കൽപ്പന ജീവിതത്തിൽ നിറവേറ്റുന്ന, അഥവാ നബിയുടെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുന്ന സാലിഹീങ്ങളിൽ നമ്മെ നമ്മുടെ അഹ്ലുകാരെയും മുഅ്മിനീങ്ങളെ മുഴുവനും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് ഹംദൻ കതീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. ഉസിക്കും വഇയ്യായ ബിതഖ്വല്ലാഹ്. ബഹുമാന്യരായ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, ഈ സ്വലാത്ത് ജീവിതത്തിന്റെ ഭാഗമാക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏതൊക്കെ സന്ദർഭത്തിൽ നമുക്ക് സ്വലാത്ത് ചൊല്ലാനുള്ളത് എന്നത് ലളിതമായിട്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് ഇബാദത്താണ്. നമ്മൾ മനസ്സിലാക്കി 5 നേരം നിസ്കാരമുണ്ട്, നമുക്കറിയാം ഏതൊക്കെയാണ്. ഈ 5 നേരത്തെ നിസ്കാരത്തിന്റെ അപ്പുറം ഇപ്പുറമുള്ള റവാത്തിബൊക്കെ നമുക്ക് മനസ്സിലായി. എന്നതുപോലെ സ്വലാത്തൊരു ഇബാദത്തായതിനാൽ ഇബാദത്തിന്റെ സമയം ഏതൊക്കെ നമ്മൾ അറിയണം. ഒന്നാമത്തത്, നിസ്കാരത്തിലെ തശഹുദിൽ സ്വലാത്തുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ മയ്യത്ത് നിസ്കാരത്തിലെ 2ാമത്തെ തക്ബീറിന് ശേഷവും നമ്മുടെ മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അതുപോലെ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം സ്വലാത്തിന്റെ ദിവസം. ഫഅക്തിറൂ അലയ്യ മിനസ്സലാത്ത്. ആ ദിവസം നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നത് അധികരിപ്പിക്കണം എന്നാണ്. നമ്മൾ ചൊല്ലണം, നമ്മൾ ചൊല്ലാറുണ്ടോ എന്ന് പരിശോധിക്കേണ്ടവരാണ്. അതേപോലെ ബാങ്ക് കൊടുത്താലൊക്കെ അദാനിന് ശേഷം അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് കാണാം, അതൊക്കെ ആവർത്തിച്ചിട്ട് അവസാന നബി ഇങ്ങനെ പറയുന്നുണ്ട്, സുമ്മ സല്ലു അലയ്യ, പിന്നെ നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. എന്നിട്ട് പറഞ്ഞു, ഫഇന്നഹു മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ 10. ഇമാം മുസ്ലിമിന്റെ റിവായത്തിൽ കാണാം, സ്വഹീഹ്. അതുകൊണ്ട് ബാങ്കിന് ശേഷം സ്വലാത്തിന് ചില ആൾക്കാരൊക്കെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ, ഞാൻ സാധാരണ കാണാറുണ്ട്, പ്രസംഗിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാണിക്കും, ആക്ഷൻ കാണിക്കും, ബാങ്ക് കൊടുക്കേണ്ടത്. എന്നിട്ടോ ഞാൻ നിർത്തി ബെഞ്ചുമേൽക്കും, ഇവര് താഴ്ത്തിരുന്ന് ഭയങ്കര വർത്താനായിരിക്കും. ഇതിനാണോ നമ്മൾ നിർത്തുന്നത്? ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, ഇതിനല്ല ബാങ്ക് കൊടുത്താല ബാങ്ക് ആവർത്തിക്കുക, റിപ്പീറ്റ് ചെയ്യാം, അതിലെ ലഫ്ലുകളൊക്കെ. പിന്നീട് പ്രധാനപ്പെട്ട ഒന്നെന്താ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലുള്ള സ്വലാത്ത്. അത് നമ്മൾ മറക്കരുത്. 4 കാര്യങ്ങൾ അതിലുണ്ട്, 4ഉം പുണ്യകരമായ വിഷയങ്ങളാണ്. അതേപോലെ പള്ളിയിൽ പ്രവേശിക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോഴും മുഹമ്മദ് നബിയുടെ മേൽ സ്വലാത്തുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഇബ്നു മാജ ഉദ്ധരിക്കുന്ന സ്വീകാര്യമായ ഹദീസ്. ഇങ്ങനെ എത്ര സന്ദർഭങ്ങൾ സ്വലാത്തുണ്ട്. നിങ്ങൾ ആലോചിക്ക്, നമ്മൾ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാണ്. ആ ദുആ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നിടത്ത് ഒരാള് ഹംദു സ്വലാത്തും ഇല്ലാത്ത ദുആ ചെയ്തപ്പോൾ അയാളെ കുറിച്ച് നബി പറഞ്ഞു, അയാൾ ധൃതി കാണിച്ചു എന്നർത്ഥം. ധൃതി കാണിച്ചു. കാരണം എന്താ? ആദ്യം അൽഹംദുലില്ലാ, അള്ളാഹനെ സ്തുതിക്കണം, പിന്നെ മുഹമ്മദ് മുസ്തഫയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. എന്നിട്ട് നീ നിനക്ക് വേണ്ടി ചോദിക്കണം, നിന്റെ ആഖിറത്തിന് വേണ്ടി ചോദിക്കണം, പിന്നെ കുടുംബം, പിന്നെ അഹ്ലുകാർ, അങ്ങനെയാണ്. അതുപോലെ അവസാനിപ്പിക്കുന്നിടത്തും സ്വലാത്തുണ്ടാകണം. എന്തുകൊണ്ടറിയോ? മഹാനായ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വലാത്തില്ലാത്ത ദുആ, മനുഷ്യൻ സ്വലാത്ത് ചൊല്ലാതെ മനുഷ്യൻ നടത്തിയ ദുആ ആകാശഭൂമികൾക്കിടയിൽ തൂക്കിയിടപ്പെടുന്നത്, അങ്ങോട്ട് അള്ളാഹുലേക്ക് കയറിപ്പോകൂല. അല്ലാഹുൽ മുസ്തആൻ. തിർമിദി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ദുആ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ സ്വലാത്തിലിടണം. അതുകൊണ്ട് എവിടെ നിന്ന് ചൊല്ലിയാലും എപ്പോ ചൊല്ലിയാലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്തിച്ചു കൊടുക്കാൻ അള്ളാഹു മലായികത്തുകളെ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് നബിയോട് നിങ്ങൾ വിളിച്ചു തേടിയാൽ ആ വിളിച്ചു തേട്ടം മുഹമ്മദ് നബിക്ക് എത്തിച്ചു കൊടുക്കാൻ മലക്കുകൾ ഉണ്ടെന്നല്ല. മുഹമ്മദ് നബിയോട് നിങ്ങൾ ശഫാഅത്തിനെ കുറിച്ച് ചോദിച്ചാൽ ശഫാഅത്ത് നൽകാൻ മുഹമ്മദ് നബി നിങ്ങളുടെ സംസാരം കേൾക്കുന്നല്ല. നിങ്ങൾ നേർച്ച നേർന്ന വസ്തുക്കൾ നിങ്ങൾ സത്യം ചെയ്തത് മുഹമ്മദ് നബി കേൾക്കുന്നല്ല, അത് മുഹമ്മദ് നബിക്ക് എത്തിച്ചു കൊടുക്കുന്നല്ല. പിന്നെ നിങ്ങൾ മുഹമ്മദ് നബിയുടെ മേൽ ചൊല്ലുന്ന സ്വലാത്ത് മുഹമ്മദ് നബിക്ക് എത്തിച്ചു കൊടുക്കാൻ മലക്കുകളുണ്ട്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന പലതിനും തെളിവില്ല, തെളിവുള്ളതോ ആളുകൾ ചെയ്യാറില്ല. അല്ലാഹുൽ മുസ്തആൻ. ഇമാം നസായി ഉദ്ധരിച്ച ഹദീസിൽ
അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ ഒക്കെ കാണാം, ലാ തജഅലു ഖബ്രി ഈദ, എന്റെ ഖബർ നിങ്ങൾ ആഘോഷ സ്ഥലമാക്കരുത്. വസല്ലു അലയ്യ, നിങ്ങൾ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം. ഫഇന്ന സ്വലാതകും തബ്ലുഗ്നി ഹൈത കുൻതും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾ എന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തിന് എന്നിലേക്ക് എത്തിക്കുന്നതാണ്. അതാണ് മറ്റു റിപ്പോർട്ടുള്ളത്, ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീന ഫിൽ അർളി യുബല്ലിഗുനി മിൻ ഉമ്മത്തി അസ്സലാം, അല്ലാഹുവിന് ദുനിയാവിൽ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട്, അവർ എന്റെ ഉമ്മത്തിൽ നിന്നുള്ള സലാം എനിക്ക് എത്തിച്ചേരുന്നു എന്നാണ്. അതുകൊണ്ട് ചില ആൾക്കാരൊക്കെ ഇവിടുന്ന് ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോ നാട്ടിലെ ഉമ്മാമാരൊക്കെ പറയും, കുട്ടിയെ റസൂലുള്ളാന്റെ അവിടെ എത്തുമ്പോ എന്റെ സലാം ഒന്ന് പറയണട്ടോ. ആ ഉമ്മാമാക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട, ഉമ്മാമ നിങ്ങൾ ഇരിക്കുന്നോടത്തിരുന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ അത് അവിടേക്ക് എത്തിക്കാൻ മലക്കുകളുണ്ട് എന്നാണ് അഹ്ലുസ്സുന്ന വൽ ജമാഅ പഠിപ്പിക്കുന്നത്. വളരെ ലളിതമായിട്ട് വിശാലമായി സംസാരിക്കാൻ നമ്മുടെ മിമ്പറിന്റെ പരിമിതി ഉള്ളതുകൊണ്ടാണ് അത്രയും വിശാലമായ ചർച്ച. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണം. മാ മിൻ അഹദിൻ യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു അലയ്യ റൂഹി ഹത്താ അറുദ്ദ അലൈഹി സലാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂദാവൂദ് ഉദ്ധരിച്ച 2041 നമ്പർ ഹദീസ് സ്വഹീഹാണ്. ഒരാൾ എന്റെ മേൽ സ്വലാം ചൊല്ലിയാൽ അള്ളാഹു എനിക്ക് എന്റെ റൂഹ് മടക്കി തരികയും ഞാൻ അയാൾക്ക് സലാം മടക്കുകയും ചെയ്യാതിരിക്കൂല സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ഭുതമാണ് പ്രിയമുള്ളവരെ സംഭവം. അതുകൊണ്ട് എത്രത്തോളം മഹത്തരമാണ് ഈ ഇബാദത്തായ സ്വലാത്ത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇബാദത്തിനെ ഒരിക്കലും നമ്മൾ കൈവിടരുത്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും വിജയത്തിന് ഇത് അനിവാര്യമാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുബ്ബുള്ള മുവഹിദുകൾ അവരുടെ അടയാളമാണെന്ന് അള്ളാന്റെ റസൂലിനോട് സ്വലാത്ത് ചൊല്ലുന്നവരാവുക. റസൂലിന് വേണ്ടി അള്ളാഹുവിനോട് സ്വലാത്ത് ചൊല്ലുക എന്നത് അവരുടെ അടയാളമാണ്. അതുകൊണ്ട് നമ്മൾ മുഹമ്മദ് നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നവരാണ്. അള്ളാന്റെ തഖർറുബാണ് അത്. മുഅ്മിനീങ്ങളുടെ അടയാളം നമ്മുടെ അടയാളമാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നവരുടെ ആ അടയാളമടക്കമുള്ള എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എപ്പോഴും എവിടെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുന്ന സാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേസമയം ശിർക്കിൽ നിന്നും ഖുറാഫാത്തിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മെ നമ്മുടെ അഹ്ലുകാരെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അള്ളാഹുർക്ക് ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടുപോയ കാരണവന്മാരുണ്ട്, അള്ളാഹുർക്ക് മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹുയുടെ കുടുംബത്തിന് സമാധാനം ചെയ്യുമാറാവട്ടെ. എവിടെ മരിച്ചാലും ഈമാനോടുകൂടി മരിക്കാനുള്ള സൗഭാഗ്യം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ കോണുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന നിരാലംബരും നിസ്സഹായരുമായ ഉമ്മത്ത് മുസ്ലിമ അള്ളാഹുക്ക് സമാധാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു മസ്ജിദുൽ അഖ്സയെ ഉമ്മത്തിന്റെ കൈകളിലേക്ക് അള്ളാഹു തിരിച്ചേൽപ്പിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ദുനിയാവിൽ ഉമ്മത്തിന് അള്ളാഹു സമാധാനം ചെയ്യുമാറാവട്ടെ. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.